പിന്നെ നിങ്ങൾ കാണുന്നുണ്ടത് ഈ വീട് കണ്ടില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഒരൊറ്റ നില വീടല്ലേ, പക്ഷേ ഇതിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ വീട് 2 നിലയാണ്. ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ക്രാഫ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മേക്കിങ്ങോ ഒന്നും അല്ല. ഇന്ന് നമ്മൾ നമ്മുടെ വീട് നമ്മുടെ പിറകിലുള്ള നമ്മുടെ വീടിനെ ഒന്ന് പരിചയപ്പെടുത്താണ്. വീടിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം. അത് കുറേ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഇങ്ങനെ നമ്മളെ വീടും പരിസരമൊക്കെ ഒന്ന് കാണണമെന്ന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ പല വീഡിയോയിലും നമുക്കിങ്ങനെ കമൻറ്റ് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോൾ ഇതാണ് നമ്മളെ ഈ വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് വീടിൻ്റെ നമ്മൾ പുറംഭാഗം മാത്രമേ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നുള്ളൂ, അകത്ത് പിന്നെ നമുക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക്, അതായത് NTN ഷാനു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇതാണ് നമ്മുടെ വീട്, നമ്മുടെ കിളിവീട്, അതായത് കൊച്ചു വീട്. അതായത് നമ്മൾ വളരെ ഇപ്പോൾ നിങ്ങൾ തുംലൈനിലൊക്കെ കണ്ടതുപോലെ വളരെ കുറഞ്ഞ ചിലവിൽ നമ്മൾ നിർമ്മിച്ച വീടാണ്. അന്ന് നമ്മൾ 1 ലക്ഷം രൂപ ചിലവായ രീതിയിലാണ് നമ്മളന്ന് നിർമ്മിച്ചത്. 1 ലക്ഷം രൂപയാണ് അന്ന് എനിക്ക് ഇത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ചിലവായത്. അപ്പോൾ അന്ന് എന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ ഒരു 10-12 വർഷത്തിന് മേലെയായി. അന്ന് 1 ലക്ഷം രൂപ, 1 ലക്ഷം രൂപക്ക് ഞങ്ങൾ കൂടുന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക് പാർക്കാനുള്ള അവസ്ഥയിൽ ഞങ്ങൾ ആക്കിയെടുത്തിട്ടുണ്ട്. 70,000 രൂപയാണ് എനിക്കിതിൻ്റെ വാർപ്പ്, അതായത് കോൺക്രീറ്റ് വരെ കഴിയാനുള്ള ചിലവ് വന്നത്. പിന്നെ ഒരു 30,000 രൂപ കൊടുത്തിട്ട് ഞാൻ ഇതിൻ്റെ പുറംഭാഗം അതുപോലെ പുറംഭാഗം ഫുള്ളായിട്ട് പ്ലാസ്റ്റർ ചെയ്തില്ല, ഉൾഭാഗത്ത് ഫുള്ളായിട്ട് പ്ലാസ്റ്റർ ചെയ്ത്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ തറഭാഗം, അതായത് നിലം, അന്ന് നമ്മൾ സിമെൻറ്റ് മാത്രം തേച്ച് റെഡിയാക്കിയായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇതിൽ അന്ന് താമസിച്ചത്. അപ്പോൾ ആ താമസിക്കുമ്പോൾ എനിക്ക് ആകെ ചിലവായ രൂപ വെറും 1 ലക്ഷം രൂപയാണ്. പിന്നെ നമ്മളിതിന് ചിലവാക്കി, ഞാൻ പറഞ്ഞല്ലോ 1 ലക്ഷം രൂപയാണ് അതായത് നമ്മളിൽ താമസിക്കുന്ന സമയത്ത് എനിക്ക് ചിലവായ രൂപയാണ് 1 ലക്ഷം രൂപ. പിന്നെ അതിന് ശേഷം ഞാൻ വീണ്ടും അതായത് ഒരു 4-5 വർഷം കഴിഞ്ഞതിന് ശേഷം 1 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഇതിൻ്റെ ഉൾഭാഗത്ത് അതായത് തറ നമ്മൾ മാർബോണൈറ്റ് ചെയ്തു. അതേപോലെ നമ്മൾ കുറച്ച് പണികളൊക്കെ, ഈ പെയിൻറ്റിങ് കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. 1 ലക്ഷം രൂപ കൂടി മുടക്കി. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടത് ഈ വീട് കണ്ടില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഒരൊറ്റ നില വീടല്ലേ, പക്ഷേ ഇതിന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ വീട് 2 നിലയാണ്. അത് നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതായത് ഉൾഭാഗം നമ്മൾ അടുത്ത വീഡിയോയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീട് 2 നിലയാണ്. നിങ്ങൾ വിശ്വസിക്കുമോ ഈ വീട് 2 നിലയാണെന്ന്? എന്നാൽ ഈ വീട് 2 നിലയാണ്. അത് നിങ്ങൾക്ക് ഉൾഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഒരു 65,000 രൂപ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ പണി ആരംഭിച്ചത്. അപ്പോൾ എല്ലാ കണക്കുകൂട്ടലും എനിക്കുണ്ടായിരുന്നു. അതായത് പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ 90% ജോലികളും ചെയ്തത് നമ്മൾ തന്നെയാണ്. അല്ലാതെ ഇത് പുറത്തുനിന്ന് ആരും വന്നിട്ട് പണിക്കാരെ കൊണ്ടൊന്നും ചെയ്യിപ്പിച്ച വീടല്ല. നമ്മൾ തന്നെ നമ്മുടെ പ്ലാന്, അതേപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഐഡിയയിൽ നമ്മൾ ചെയ്ത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ തറഭാഗങ്ങളൊക്കെ ആദ്യം നമ്മൾ ഈ ഫ്ലോട്ട് നമ്മൾ ലെവലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഒരു കല്ലിൻ്റെ ഏരിയയാണ്, അതായത് ചെങ്കൽ പാറാണ് ഇതിൻ്റെ അടിഭാഗം. അപ്പോൾ അതൊന്ന് നിരത്താൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനാണ് അന്ന് വിളിച്ചത്. ഒരു സുഹൃത്തും ഞാനും കൂടിയാണ്. ഒരു 2-3 ദിവസം ഞങ്ങൾ അന്ന് പണിയെടുത്ത് ഞങ്ങൾ ആ തറഭാഗമൊക്കെ ഈ ഫ്ലോട്ട് ഞങ്ങൾ നിരപ്പാക്കി റെഡിയാക്കി. പിന്നെ അതിന് ചെയ്യാനുള്ള പണി എന്ന് പറഞ്ഞാൽ, പിന്നെ ഇതിന് ഫൗണ്ടേഷൻ വന്നിട്ടില്ല. ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഫൗണ്ടേഷൻ എന്ന സാധനം ഇതിനില്ല. അതായത് കാരണം എന്താ വെച്ചാൽ തറ കീറേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ആ നിരപ്പാക്കേണ്ട ആവശ്യമേ വന്നിട്ടുള്ളൂ. കാരണം ഇത് അടിഭാഗം ഞാൻ പറഞ്ഞല്ലോ കല്ലാണ്, അതായത് ചെങ്കല്ലിൻ്റെ ഒരു പാറാണ് ഇവിടെ ഈ പറമ്പ് മുഴുവൻ. അപ്പോൾ ആ ചെങ്കൽ പാറൻ്റെ മുകളിൽ നമ്മൾ നിരപ്പാക്കിയതിന് ശേഷം നമ്മൾ തറ കെട്ടിയാണ്. 2 വരിയാണ് നമ്മൾ തറ കെട്ടിയത്. തറ കെട്ടാൻ എനിക്കാകെ അന്ന് ചിലവ് വന്നത് വെറും 5,000 രൂപ ആണ്. അതായത് തറ കെട്ടാൻ ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ, കല്ലൊക്കെ ഞാൻ ഇവിടെ ഈ പറമ്പിൽ നിന്ന് തന്നെ ചെങ്കല്ല് കൊത്താൻ കിട്ടും. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് ആ ചെങ്കല്ലൊക്കെ കൊത്തി തന്നത്. അപ്പോൾ കുഴിയൊക്കെ, അതായത് ചെങ്കല്ല് കൊത്താനുള്ള കുഴിയൊക്കെ ഞാൻ തന്നെ ആദ്യം റെഡിയാക്കി വെച്ചിട്ട്, അതായത് സുഹൃത്തിനെ വിളിച്ച് കല്ല് കൊത്തിച്ചതാണ്. അന്ന് 5 രൂപ 5.5 രൂപറ്റാണ് ഒരു കല്ല് കൊത്തിയാലുള്ള ചാർജ്. അതായത് കൈക്കൊത്ത്, നമ്മുടെ മിഷനൊന്നും അല്ല, അന്ന് കൈക്കൊത്ത് കൊണ്ടാണ് നമ്മളന്ന് അങ്ങനെയാണ് കല്ല് ഇതാക്കിയത്. അപ്പോൾ കല്ലൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മളൊരു കുറുപ്പിനെ, അതായത് തറ കെട്ടാനുള്ള ഒരു മേസ്തിരിനെ മാത്രം നമ്മൾ പോയി വിളിച്ച് അയാൾ മാത്രം വന്ന്, അപ്പോൾ കല്ലൊക്കെ നമ്മൾ റെഡിയായിട്ട് ഇങ്ങനെ എല്ലാം വേണ്ട ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ കൊണ്ടുവച്ച ആദ്യം തന്നെ. അപ്പോൾ കുറുപ്പ് വന്നപ്പോൾ ഞാൻ സിമെൻറ്റൊക്കെ കൂട്ടിക്കൊടുത്ത് ഞാൻ കൈപ്പണിക്കാരനും, അതായത് മേസ്തിരി കെട്ടുകയും ചെയ്ത്. അങ്ങനെ ഞങ്ങൾ 2 ദിവസം കൊണ്ടാണ് ഈ തറ ഞങ്ങൾ കെട്ടിയെടുത്തത്. പിന്നെ എല്ലാ പണിയും അതേപോലെ തന്നെ, ചുമര് കെട്ടുന്നതും എല്ലാം നമ്മൾ ആദ്യം കല്ലൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം
ഇതേപോലെ ഒരാളെ പോയി വിളിക്കുക, ഒരു കുറിപ്പിനെ പോയി വിളിക്കുക. അപ്പോൾ അയാൾ വരും, അപ്പോൾ അയാൾ ചുമര് കെട്ടും. അത് അയാൾക്ക് കൈപ്പണിക്കുള്ള എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുത്ത്. പിന്നെ നമ്മൾ ഇതിൻ്റെ കോൺക്രീറ്റിന് മാത്രമാണ് നമ്മൾ ഫുള്ള് ആളെ വിളിച്ചിട്ട് ചെയ്തത്. ബാക്കി എല്ലാ ജോലിയും അങ്ങനെയാണ്. അതായത് ഒരാൾ ജോലിക്ക് വരും, ബാക്കി കൈപ്പണിക്ക് അതായത് സഹായത്തിന് നമ്മൾ അങ്ങനെ ചെയ്ത വീടാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെ ചെയ്ത്. പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ പ്ലാന്, അതുപോലെ നമ്മുടെ ഐഡിയ എല്ലാം ആദ്യം തന്നെ ഞാൻ ഈ പ്ലാന് നമുക്ക് പഞ്ചായത്തിലൊക്കെ കൊടുക്കാൻ വേണ്ടി നമ്മൾ തന്നെ പ്ലാൻ വരച്ചതാണ്. അപ്പോൾ നമ്മൾ പ്ലാൻ വരച്ചത് അതായത് പഞ്ചായത്തിൽ കൊടുക്കണമെങ്കിൽ നമ്മൾ അതിന് അനുമതിയൊക്കെ കിട്ടണമെങ്കിൽ അതായത് ഒരു ലൈസൻസ് ഉള്ള ആൾ വരയ്ക്കുന്നത്. അപ്പോൾ എഞ്ചിനീയർ അടുത്തേക്ക് പോകുമ്പോൾ ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അതായത് ഈ വീടിൻ്റെ അതേ മോഡൽ നമ്മളൊരു വീട് തെർമോക്കോള് കൊണ്ട് നമ്മളൊരു വീടുണ്ടാക്കി. ആ വീടുണ്ടാക്കിയിട്ട് ആ വീടായിട്ടാണ് നമ്മളന്ന് എഞ്ചിനീയർ എടുത്ത് പോയിട്ട് ഇങ്ങനെ പറഞ്ഞത്, വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 ബെഡ്റൂമാണ്, ഒരു ഡൈനിങ് ഹാള്, 2 ബെഡ്റൂം, കിച്ചണ്, പിന്നെ വർക്ക് ഏരിയ, പിന്നെ നമ്മുടെ ബാത്റൂം, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ. അതായത് ഒരു ചെറിയ കുടുംബത്തിന് 4 പേരാണുള്ളത്. ഞാൻ ഭാര്യ, 2 മക്കൾ, 2 ആൺകുട്ടികളാണ്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യത്തിനുള്ള ഒരു ചെറിയ വീട്, വളരെ കുറഞ്ഞ വീട്. അപ്പോൾ നമുക്ക് ഈ കൂടുതൽ വീടിനെ പറ്റി പറഞ്ഞ് ഇതാക്കുന്നില്ല. ഇനി നമുക്ക് നമ്മുടെ ഈ പരിസരമൊക്കെ ഒന്ന് കാണാം. അപ്പോൾ അതാ പുറംഭാഗം, മുൻഭാഗമാണ് നമ്മുടെ വീടിൻ്റെ മുൻഭാഗമാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ ചെയ്ത ക്രാഫ്റ്റുകൾ, നമ്മളെ ചെടിച്ചട്ടികൾ, നമ്മൾ തൂക്കുചട്ടിയൊക്കെ നമ്മൾ ഇതേപോലെ തന്നെ ഇവിടെ ഇപ്പോഴുണ്ട്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ചെയ്ത വീഡിയോ ആയിരുന്നു അത്. നമ്മുടെ അയൽ, അതായത് മുറ്റത്ത് നമ്മൾ ചിപ്സ് നിരത്തിയതാണ്. അപ്പോൾ പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ അതായത് വ്യത്യസ്തമായൊരു പടിപ്പുരാണ് നമ്മളെ വീടിനുള്ളത്. പടിപ്പുര എന്നും പറയാൻ പറ്റില്ല, നമ്മുടെ ഒരു ഐഡിയയിൽ നമ്മൾ ചെയ്തതാണ്. അതുപോലെ തന്നെ മുൻഭാഗത്തുള്ള നമ്മുടെ കൺമതിൽ കണ്ടില്ലേ, പൈപ്പ് കൊണ്ട്, അതായത് സിമെൻറ്റ് പൈപ്പ് കൊണ്ട് നമ്മൾ ചെയ്തതാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യുക. ഇത് വളരെ ചിലവ് കുറഞ്ഞിട്ട് നമുക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിന് അന്ന് ചെയ്ത ഉടനെ ഞാനൊരു വൈറ്റ് പെയിൻറ്റൊക്കെ അടിച്ചിരുന്നു. പിന്നെ ആ പെയിൻറ്റൊക്കെ പോയി ഇനിയിപ്പോൾ നമുക്ക് പെയിൻറ്റൊക്കെ അടിച്ചാൽ വളരെ ഭംഗിയുള്ള ഒരു സാധനമാണ്. വളരെ ചിലവും കുറവാണ്. ഒരു 2000 രൂപ തന്നെ അന്ന് നമുക്ക് ഈ പടിപ്പുര, അതേപോലെ ഈ മുൻഭാഗത്തെ ഈ ഭാഗം എല്ലാം കൂടി നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അന്ന് വെറും 2000 രൂപയെ ചിലവായിട്ടുള്ളൂ. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ നമ്മുടെ ഈ മുറ്റവരമ്പ് എന്ന് പറയുന്നത് കണ്ടില്ലേ. ഇത് നിങ്ങൾ എവിടെയും കാണാൻ സാധ്യതയല്ല ഇതേപോലെ ഒന്ന് മുറ്റവരമ്പ് ചെയ്തത്. ഇത് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്നേഹമതിൽ, അതായത് റെഡിമെയ്ഡ് കൺമതിൽ, അതിൻ്റെ ഈ ഷീറ്റ് ഉപയോഗിച്ചിട്ട്, പിന്നെ നമ്മൾ ഈ ഓടിൻ്റെ ഇതൊക്കെ നമ്മൾ തന്നെ, അതായത് ഈ കുരുടീസ് എന്ന് പറയും, ഈ കുരുടീസ് വാങ്ങിയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ടാണ് അതിൻ്റെ തൂണൊക്കെ നമ്മൾ റെഡിയാക്കിയത്. മുകളിൽ പിന്നെ നമ്മൾ തറയിലൊക്കെ വിരിക്കുന്ന ഈ സാധനവും നമ്മൾ വിരിച്ചിട്ടുണ്ട്, വെച്ചതാണ്. നമ്മുടെ ചെറിയ മുറ്റങ്ങളൊക്കെയാണ്. നമ്മുടെ ഒരു ഭാഗത്തെ മുറ്റാണ്, നമ്മുടെ വീടിൻ്റെ ഇടത് സൈഡിലെ മുറ്റാണ് ഈ കാണുന്നത്, കണ്ടില്ല. പിന്നെ നമ്മുടെ കിണറാണ് ഈ കിണർ കാണുന്നത്. കിണർ നമ്മൾ കുഴിച്ചിട്ട് ഇപ്പോൾ ഇതിൻ്റെ മുമ്പ് നമ്മൾ തറവാട്ടിലെ കിണറിലെ വെള്ളമായിരുന്നു എടുത്തത്. ഇതിപ്പോൾ നമ്മളൊരു 2 വർഷമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ കിണർ. ഇതിൻ്റെ കിണറിൻ്റെ ഇനി ആൾമറൊക്കെ കെട്ടാനുണ്ട്, വെള്ളമൊക്കെ നിറയുണ്ട്, നല്ല ഫുൾ വെള്ളമൊക്കെ ഉണ്ട്, അടിപൊളിയാണ്. അപ്പോൾ പിന്നെ ഈ വീടിൻ്റെ ഈ വീടിൻ്റെ എന്ന് പറഞ്ഞാൽ ജനൽ ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ. ഈ ജനൽ ഭാഗങ്ങളൊക്കെ നമ്മൾ അതായത് മരമില്ല, അതായത് ഫുൾ കോൺക്രീറ്റ് ജനലുകളാണ് ഇതിന് ഉപയോഗിച്ചത്. അപ്പോൾ ഇതിൻ്റെ പുളി മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ, മരം ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ കോൺക്രീറ്റ് ജനലുകളാണ് ഉപയോഗിച്ചത്. ഇതൊക്കെ അതായി ചുമരിലുള്ളത്, അതൊക്കെ നമ്മൾ ചെയ്ത ക്രാഫ്റ്റുകൾ തന്നെയാണ്. കോൺക്രീറ്റിൻ്റെ മുകളിൽ നമ്മൾ ഓട് വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ സ്വന്തം ചെയ്തതാട്ടോ. ഈ ഓട് വാങ്ങുന്ന അതിൻ്റെ പട്ടിക വിരിച്ചതോ അതേപോലെ അതൊക്കെ നമ്മൾ സ്വന്തം ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ചിലവ് ചുരുങ്ങിച്ചത്. പിന്നെ നമുക്ക് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയാനുള്ളത്, ഈ വീടിന് കണ്ടില്ലേ, നമുക്ക് ഈ സൺഷൈഡ് തന്നെയല്ല പറയുക, അതായത് പേരപ്പറ്റ് എന്ന് പറയും, സൺഷൈഡ് എന്ന് പറയും. ആ സാധനം ഈ വീടിനില്ല. കാരണം ഈ മെയിൻ വാർപ്പ് തന്നെ അതങ്ങനെ ചെരിഞ്ഞ് വരുമ്പോൾ അത് സൺഷൈഡായി മാറുകയാണ്, കണ്ടില്ലേ, പേരപ്പറ്റായിട്ട് മാറുകയാണ്. അപ്പോൾ അത് നമുക്ക് വളരെ ഇതിന് ഒരുപാട് ചിലവ് കുറയ്ക്കാൻ കഴിയുന്ന ഒരു മാർഗ്ഗമാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രത്യേക ഗുണമുള്ളത്, അതില്ലാത്തത് കൊണ്ടുള്ള ഗുണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മുകളിൽ വെള്ളം നിന്നിട്ട് ഈ ചുമരിനൊക്കെ നമ്മുടെ വീടിൻ്റെ ഉൾഭാഗത്തേക്ക്
ഈ ലീക്ക് വരും, അതായത് നനയും, ചുമരിന് ഉൾഭാഗത്ത് നനവ് വരും. ആ നനവൊന്നും ഈ വീടിന് ഒരു ഭാഗത്തും വരാൻ ഉള്ള ഒരു ഇതുമില്ല, ഒരു എവിടെയും വരാനുള്ള സാധ്യതകളില്ല. അതാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ രണ്ട് കാര്യമാണ് അതുകൊണ്ട്, അതായത് ഒന്ന് ചിലവും കുറയ്ക്കാൻ കഴിയും, പിന്നെ ഈ നനവ്, അതായത് ചുമരിന് നമ്മുടെ ഉൾഭാഗത്ത് വരുന്ന നനവും നമുക്കില്ലാതാക്കാൻ കഴിയും. പിന്നെ അതാ മറ്റൊരു ഭാഗമാണ് നമ്മുടെ വീടിൻ്റെ വലത് ഭാഗം. ഇവിടെ ഒരു തുളസിത്തറ നമ്മൾ ഇതിൻ്റെ മുമ്പ് വീഡിയോ ചെയ്തതാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ വെച്ച പുല്ലൊക്കെ വളരെ ഭംഗിയായിട്ട് വളർന്നിട്ടുണ്ട്. അതുപോലെ തുളസിത്തടി വളർന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കൃഷിയെന്ന് പറയാനൊന്നും അങ്ങനെയല്ല നമ്മുടെ വീട്ടിലില്ല. കുറ്റിക്കുരുമുളകൊക്കെ കുറച്ചൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ പറമ്പ് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു പറമ്പാണ്. അങ്ങനെ കൃഷികളൊന്നും വളരില്ല. കാരണം എന്താ വെച്ചാൽ അടിഭാഗം, അതായത് നമ്മൾ ഒരു കൊത്ത്, അതായത് പടന്ന കൊണ്ടോ കൈക്കോട്ട് കൊണ്ടോ ഒക്കെ ഒരു കൊത്ത് കൊത്തുമ്പോഴത്തേക്ക് അടിയിൽ കല്ലാണ്. അതായത് ഈ ചെങ്കല്ലായതുകൊണ്ട് വലിയ രീതിയിലൊന്നും കൃഷി അങ്ങനെ വളരില്ല. നമ്മൾ പല സാധനവും വെച്ചാൽ അങ്ങനത്തൊന്നും വലിയ രീതിയിൽ ഉണ്ടായി വരാറില്ല. അപ്പോൾ കുറച്ച് ഈ കപ്പയൊക്കെ ലോക്ക്ഡൗൺ സമയത്ത് നമ്മൾ കുറച്ച് നമ്മുടെ ഈ കണ്ടിക്കേങ്ങ് പറയുന്ന സാധനം, അതുപോലെ കുറച്ച് കപ്പയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്റ്റുഡിയോ, അതായത് നമ്മുടെ ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്യുന്ന സ്ഥലമാണിത്. വീടിൻ്റെ പുറകുവശമാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഒരു ലൈറ്റൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാക്കിൽ നമ്മൾ ഫുള്ള് ഷീറ്റ് കെട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വീട്ടിൻ്റെ പിറകു വശം, കണ്ടില്ല. ടാങ്ക് ഇതിൻ്റെ മുകളിലാണ്. പിന്നെ ഈ പ്ലംബിങ് പരിപാടി, പൈപ്പ് കാര്യങ്ങൾ, അങ്ങനത്തെ എല്ലാ പരിപാടികളും നമ്മൾ സ്വയം ചെയ്തതാണ്. ഇതിനൊന്നും നമ്മളൊരു പണിക്കാരനെ വിളിച്ചിട്ടില്ല, അതായത് തൊഴിലാളിയൊന്നും വിളിക്കാതെ നമ്മൾ സ്വയം ചെയ്തതാണ് എല്ലാ പരിപാടിയും. മോട്ടർ വെക്കുക, പ്ലംബിങ്, വയറിങ്, അങ്ങനെ എല്ലാ പരിപാടിയും നമ്മൾ സ്വയം ചെയ്തത്. ഇതൊന്നും നമ്മൾ എവിടെയും പോയി പഠിച്ചതൊന്നുമല്ല കേട്ടോ, നമ്മളങ്ങ് സ്വയം ചെയ്തതാണ്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ കഴിയുന്നുള്ള ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ പറയുന്നത്. പിന്നെ ഇവിടെ കുറച്ച് വാഴകളൊക്കെ ഉണ്ട് ഇവിടെ പിറകു വശത്ത്. പിന്നെ ഇവിടെ നമ്മുടെ ഒരു തോട്ടമാവ്, ഒരു ഒട്ടുമാവ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ പറമ്പാണിത്. ഒരു 18 സെൻറ്റ് സ്ഥലമാണ് എൻ്റെ പേരിൽ ഇവിടെ ഉള്ളത്. ഉണ്ടല്ലേ, ഇതാണ് നമ്മുടെ പറമ്പ്. ഒരു കൊന്നച്ചെടി വളർന്നു വരുന്നുണ്ട് നമുക്ക്. പിന്നെ ഈ ഭാഗത്തു നിന്നാണ് അന്ന് നമ്മൾ കല്ല് കൊത്തിയ ഭാഗമാണ്, അതായത് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കല്ല് കൊത്തിയ ഭാഗമാണ് ഇത്. ഇപ്പോൾ ഇതിൽ വേസ്റ്റൊക്കെ ഇട്ടിട്ട് ഇതാക്കുകയാണ്, ഇങ്ങനെ തൂർത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഭാഗത്തു നിന്നാണ് നമ്മളന്ന് നമ്മുടെ വീടിന് വേണ്ടിയിട്ട് കല്ല് കൊത്തിയെടുത്തത്. അപ്പോൾ അത് നമ്മുടെ അനിയൻ്റെ വീടാണ്, അതായത് തറവാട്. ഞങ്ങൾ 2 ആൺകുട്ടികളായിരുന്നുള്ളത്. അപ്പോൾ അവന് തറവാട് വിട്ടുകൊടുത്ത് ഞാനൊരു ചെറിയ വീട്, എൻ്റെ സ്വപ്നത്തിലുള്ള ഒരു വീട്, ഒരു കിളി വീട് പണിതതാണ്. ഇത് നമ്മുടെ അലക്ക് കല്ലാണ്. ഇത് നമ്മളൊരു വളരെ വെറൈറ്റി ആയിട്ട് നമ്മൾ നിർമ്മിച്ചൊരു അലക്ക് കല്ല്. അപ്പോൾ ഇതാണ് നമ്മുടെ റോഡ്, നമ്മുടെ വീടിൻ്റെ മുമ്പിലൂടെയുള്ള റോഡാണ്. ഇപ്പോൾ പണി നടക്കുകയാണ്, അത് കോൺക്രീറ്റ് വരുന്നുണ്ട്. അതിൻ്റെ പ്രാരംഭ പണികളൊക്കെയാണ് ഇപ്പോൾ ചെയ്തത്, കണ്ടില്ല. അപ്പോൾ റോഡും വീടും വളരെ അടുത്ത് തന്നെയാണ്. ചെറിയ റോഡാണ്. നമ്മളെല്ലാവരും കൂടി ഇവിടെയുള്ള പരിസരവാസികളെല്ലാം കൂടി ചേർന്ന് നിർമ്മിച്ചൊരു ഒരു റോഡാണ്. ഇതിന് മുമ്പ് റോഡില്ലായിരുന്നു. ഞാൻ വീട് പണി ചെയ്യുന്ന സമയത്തൊന്നും ഈ റോഡില്ല. അന്നൊരു ഇടവഴി. അപ്പോൾ അന്ന് വെച്ചാൽ കല്ലൊക്കെ പിന്നെ ഇവിടെ ഉള്ളത് കൊണ്ട് അതിനൊരു പ്രശ്നം വന്നില്ല. അല്ലാത്ത, അതായത് മണൽ, അതുപോലെ മെറ്റൽ, ഇതൊക്കെ നമ്മൾ കടത്തിയാണ്. അതും അങ്ങനെ തന്നെ കടത്താൻ നമ്മൾ 1-2 ആളെ വിളിക്കും, നമ്മൾ തന്നെ കോരി പിടിച്ച് തലയിൽ വെച്ച് കൊടുക്കും. അങ്ങനെ നമ്മൾ കടത്തി, അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് നമ്മുടെ കിളി വീട്. അപ്പോൾ സംശയമുള്ളവർക്കൊക്കെ ചോദ്യങ്ങളൊക്കെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു തരും. നമുക്ക് ഓർമ്മയിലൊക്കെ ഉള്ള വീടിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു തരും. ആർക്ക് എന്തുണ്ടെങ്കിലും എന്ത് കാര്യങ്ങളും നമ്മളോട് ചോദിക്കാം. പിന്നെ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനി നമ്മൾ ഇതിൻ്റെ അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ
ഉൾഭാഗം കാണിക്കാം. ഞാൻ പറഞ്ഞു ഇത് ഒരു നില വീടല്ല, 2 നില വീടാണ്. അത് നിങ്ങൾ കാണാൻ പോകുന്ന ഒരു അത്ഭുതമായിട്ട് നിങ്ങൾ സൂക്ഷിച്ചോ. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് എല്ലാവരോടും വളരെയേറെ ഒരുപാട് നന്ദിയുണ്ട്. കാരണം നമ്മളൊരിക്കലും അതായത് ഒരു ചാനൽ തുടങ്ങി ഈ രീതിയിലേക്ക് ഒരു 80,000-ൻ്റെ മേലെ ഇപ്പോൾ നമുക്ക് സബ്സ്ക്രൈബറൊക്കെ ആയി അതിലേക്കൊന്നും എത്തും നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചല്ല. ഒരു വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു 1000 സബ്സ്ക്രൈബറൊക്കെ ആവുമെന്ന് മാത്രം നമ്മൾ ചിന്തിച്ചത് ഇത് തുടങ്ങുമ്പോൾ, ഈ ചാനൽ തുടങ്ങുമ്പോൾ. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ 2ാമത്തെ മാസം തന്നെ നമ്മൾ ഒരു വീഡിയോ വൈറലാവുകയും, ഒരു ചെടിച്ചട്ടിൻ്റെ വീഡിയോ വൈറലാവുകയും, നമ്മൾ വലിയ മോശമല്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും എല്ലാ സഹകരണവും തുടർന്നും ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ലൈക്ക് നിർബന്ധമുള്ള കാര്യമാണ്. നിർബന്ധമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് അടിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് അടിക്കുക. അപ്പോൾ ലൈക്ക് കൂടും തോറുമാണ് ഈ യൂട്യൂബ് ബാക്കിയുള്ള ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കാൻ അവർ കൂടുതൽ ഇത് കാണിക്കുന്നത്, ആവേശം കാണിക്കുന്നത്. നമുക്ക് ലൈക്ക് കൂടുമ്പോൾ, അതായത് കമൻറ്റ് ലൈക്കൊക്കെ കൂടുമ്പോൾ അവർ കൂടുതൽ ആളുകളിലേക്ക് നമ്മുടെ വീഡിയോ എത്തിക്കും. അതൊരു വലിയ സഹായമാണ് ഈ ലൈക്ക് തരിക എന്നുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് തരിക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ പറയുക, എന്ത് അഭിപ്രായമാണെങ്കിലും നമ്മളോട് ചോദിക്കുക. അപ്പോൾ നമ്മൾ മറ്റൊരു വ്യത്യസ്ത വീഡിയോ ആയി വീണ്ടും മറ്റൊരു വ്യത്യസ്തമായതാണ് അടുത്ത വീഡിയോ നമ്മൾ വരുന്നത് നമ്മുടെ വീടിൻ്റെ ഉൾഭാഗം തന്നെയാണ്. അപ്പോൾ ആ വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.